ഹലോ ഹായ് വെൽക്കം യു ഓൾ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ക്ലോസ്ഡ് ഹാഷിംഗ് ടെക്നിക്കുകളിൽ മൂന്നാമത്തെ ടെക്നിക്കായ ഡബിൾ ഹാഷിംഗ് ആണ് പഠിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, കൊളീഷൻ റെസൊല്യൂഷൻ ടെക്നിക്സിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഓപ്പൺ ഹാഷിംഗ് എന്നാണ് നമ്മൾ പഠിച്ച ടെക്നിക്ക്. ഓപ്പൺ ഹാഷിംഗ് എന്ന ടെക്നിക്കിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? സെപ്പറേറ്റ് ചെയിനിങ്. അപ്പോൾ ഒന്നുകിൽ ഓപ്പൺ ഹാഷിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയിനിങ് എന്ന് പറയാം. ഇതായിരുന്നു ഫസ്റ്റ് മെത്തേഡ് ഓഫ് കൊളീഷൻ റെസൊല്യൂഷൻ. സെക്കൻഡ് മെത്തേഡ് ഓഫ് കൊളീഷൻ റെസൊല്യൂഷനെയാണ് നമ്മൾ ക്ലോസ്ഡ് ഹാഷിംഗ് എന്ന് വിളിച്ചത്. ഒന്നുകിൽ ക്ലോസ്ഡ് ഹാഷിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ഓപ്പൺ അഡ്രസ്സിംഗ് എന്നും പറയാം. അപ്പോൾ ക്ലോസ്ഡ് ഹാഷിംഗ് അല്ലെങ്കിൽ ഓപ്പൺ അഡ്രസ്സിങ്ങിലെ 3 മെത്തേഡുകളായിരുന്നു ലീനിയർ പ്രോബിംഗ്, ക്വാഡ്രാറ്റിക് പ്രോബിംഗ്, ഡബിൾ ഹാഷിംഗ്. ഇതിന് മുൻപുള്ള വീഡിയോസിലൂടെ നമ്മൾ ലീനിയർ പ്രോബിംഗ്, ക്വാഡ്രാറ്റിക് പ്രോബിംഗും നോക്കിയതാണ്. ഇനി മൂന്നാമത്തെ ടെക്നിക്കായ ഡബിൾ ഹാഷിംഗ് കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ഡബിൾ ഹാഷിങ്ങിലും നമ്മളൊരു ഹാഷ് ടേബിൾ ഉപയോഗിക്കുന്നുണ്ട്. ഹാഷ് ടേബിളിൽ നിലവിൽ 10 ലൊക്കേഷൻസ് ആണ് ഉള്ളത്. ആ 10 ലൊക്കേഷൻസിൽ 0 to 9 വരെയാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അറ്റ് പ്രസൻറ്റ് ഈ ടേബിൾ കംപ്ലീറ്റ്ലി എംറ്റി ആണ്. ഒരു ഡേറ്റ പോലും ഇതിൽ സ്റ്റോർ ചെയ്തിട്ടില്ല. ഹാഷ് ടേബിളിൻ്റെ സൈസ് 10 ആണ്. ഇനി ഈ ഒരു മെക്കാനിസത്തിൽ അല്ലെങ്കിൽ ഡബിൾ ഹാഷിങ്ങിൽ എങ്ങനെയാണ് അൽഗോരിതം വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇവിടെ കൊളൈഡ് ചെയ്ത ഒരു അഡ്രസ്സ് കിട്ടുമ്പോൾ ഫ്രീ ലൊക്കേഷൻ കണ്ടെത്തുവാനായി എന്ത് പ്രിൻസിപ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നൊന്ന് നോക്കാം. നേരത്തെ പഠിച്ചതുപോലെ തന്നെ നമ്മൾ ആദ്യം കീ മോഡ് ഹാഷ് സൈസ് ഉപയോഗിച്ച് ഒരു ഹാഷ് അഡ്രസ്സ് കണ്ടെത്തും. ഇവിടെ എക്സ് എന്ന് എഴുതിയിരിക്കുന്നത് നമ്മുടെ കീയെ ആണ് സൂചിപ്പിക്കുന്നത്. അതായത് നമ്മുടെ ഡേറ്റ, എന്ത് ഡേറ്റയാണോ നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് ആ ഡേറ്റയാണ് എക്സ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ എക്സ് അല്ലെങ്കിൽ ഡേറ്റ മോഡ് ഹാഷ് ടേബിൾ സൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഒരു അഡ്രസ്സ് കിട്ടും. ഈ അഡ്രസ്സ് റെഡി ടു ഓക്യുപ്പൈ ആണെങ്കിൽ, അതായത് കൊളീഷൻ സംഭവിച്ചിട്ടില്ല എങ്കിൽ, മെമ്മറി ലൊക്കേഷൻ ഫ്രീലി അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഈ എച്ച് എന്ന അലോക്കേറ്റിംഗ് അഡ്രസ്സിലേക്ക് വാല്യൂവിനെ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇനിയും ഒരു പക്ഷേ എച്ച് എന്ന ഈ വാല്യൂ ഓൾറെഡി ഓക്യുപ്പൈഡ് ആണെങ്കിൽ, അതായത് കൊളീഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പുതിയൊരു അഡ്രസ്സ് നമ്മൾ കണ്ടുപിടിച്ചേ മതിയാകൂ. അങ്ങനെ വന്നാൽ പുതിയ അഡ്രസ്സ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ഹാഷ് 2 ഓഫ് എക്സ്. ഹാഷ് 2 ഓഫ് എക്സ് എന്ന വാല്യൂ നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതായത് എച്ച് കൊളൈഡ് ചെയ്താൽ ഉടൻ തന്നെ ഹാഷ് 2 ഓഫ് എക്സ് എന്ന വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. ഇനി എങ്ങനെയാണ് ഹാഷ് 2 ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നത്? അതിൻ്റെ ഇക്വേഷനാണ് ആർ മൈനസ് എക്സ് മോഡ് ആർ. ഇതിൽ എക്സ് എന്താണെന്ന് നമുക്കറിയാം. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കീ വാല്യൂ, എന്ത് ഡേറ്റയാണോ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ളത് ആ കീ വാല്യൂ തന്നെയാണ് ഈ എക്സ്. എക്സ് മോഡ് ആർ. അപ്പോൾ ആർ എന്താ? ആർ എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറാണ്. എങ്ങനെയാണ് ഈ പ്രൈം നമ്പറിനെ തിരഞ്ഞെടുക്കുന്നത്? അതൊരു പ്രൈം നമ്പറാണ് ആൻഡ് ദാറ്റ് വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ ദ ഹാഷ് ടേബിൾ സൈസ്. ഹാഷ് ടേബിൾ സൈസിനേക്കാൾ ചെറിയ അല്ലെങ്കിൽ സ്മോളറായ എനി വാല്യൂ, ബട്ട് ദാറ്റ് വാല്യൂ ഷുഡ് ബി എ പ്രൈം നമ്പർ. ഹാഷ് ടേബിളിനെ സൈസിനേക്കാൾ ചെറുതുമായിരിക്കണം, ഒരു പ്രൈം നമ്പറുമായിരിക്കണം. അത്തരത്തിലെ ഒരു നമ്പറിനെ തിരഞ്ഞെടുക്കുക. ആ തിരഞ്ഞെടുത്ത നമ്പറിനെ എനിക്ക് ആർ എന്ന് വിളിക്കാം. അപ്പോൾ കീ വാല്യൂവിനെ സെലക്ട് ചെയ്ത പ്രൈം നമ്പർ കൊണ്ട് മോഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. അതായത് സെലക്റ്റഡ് ഡേറ്റ ഡിവൈഡഡ് ബൈ സെലക്റ്റഡ് പ്രൈം നമ്പർ. എന്നിട്ട് ആ ഡിവിഷനിൽ കിട്ടുന്ന റിമൈൻഡറിനെ കളക്ട് ചെയ്യുക. ഇവിടുന്ന് കിട്ടുന്ന ഈ റിമൈൻഡറിനെ ആർ എന്ന ആ പ്രൈം നമ്പറിൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ ആർ മൈനസ് എക്സ് മോഡ് ആർ ഇത് പെർഫോം ചെയ്യുമ്പോൾ
നമുക്ക് ഒരു പുതിയ അഡ്രസ്സ് കിട്ടും. അപ്പോൾ എച്ച് കൊളൈഡ് ചെയ്താൽ ഉടൻ തന്നെ H2 അല്ലെങ്കിൽ #2 എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് പുതിയൊരു അഡ്രസ്സിനെ കണ്ടെത്തുക. ഇനിയും ഒരു പക്ഷേ ഈ അഡ്രസ്സിലും കൊലീഷൻ സംഭവിച്ചാലോ? അപ്പോൾ വീണ്ടും ഒരു പുതിയ അഡ്രസ്സ് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് H2 അല്ലെങ്കിൽ #2 കൊളൈഡ് ചെയ്താൽ നെക്സ്റ്റ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് H + 1 × #2 ഈ H എന്താ? ആദ്യം കൊളൈഡ് ചെയ്ത അഡ്രസ്സ്. ഇതെന്താ? രണ്ടാമത് കണ്ടുപിടിച്ച അഡ്രസ്സ് #2 ആദ്യം കണ്ടുപിടിച്ച എച്ചും രണ്ടാമത് കണ്ടുപിടിച്ച #2 കൂടെ ആഡ് ചെയ്യണം. എങ്ങനെ? H + 1 × #2 ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? പുതിയൊരു അഡ്രസ്സിനെ കണ്ടുപിടിക്കാം. ഇനി അതും കൊളൈഡ് ചെയ്താലോ? അത് കൊളൈഡ് ചെയ്താൽ H + 2 × #2 എന്ന് ചെയ്യാം. ഇത് കൊളൈഡ് ചെയ്താൽ H + 3 × #2 എന്ന് ചെയ്താൽ. അപ്പോൾ ആദ്യം H കണ്ടുപിടിച്ചു, അവിടെ കൊളൈഡ് ചെയ്താൽ #2 എന്ന വാല്യൂ കണ്ടുപിടിച്ചു. അതും കൊളൈഡ് ചെയ്താൽ ഉടൻ തന്നെ H + #2 എന്ന് കണ്ടുപിടിച്ചു. അതും കൊളൈഡ് ചെയ്താൽ H + 2 × #2 ചെയ്തു. അല്ലെങ്കിൽ വീണ്ടും കൊലീഷൻ തുടർന്നാൽ H + 3 × #2 ചെയ്തു. വീണ്ടും തുടർന്നാൽ എന്ത് ചെയ്യും? H + 4 × #2. ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. എപ്പോൾ വരെ? ഒരു ഫ്രീ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നിടം വരെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡബിൾ ഹാഷിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുക? H അവിടെ കൊളൈഡ് ചെയ്താൽ #2 കൊളൈഡ് ചെയ്താൽ വീണ്ടും H + 1 × #2 H + 2 × #2 H + 3 × #2 എന്നിങ്ങനെ നമുക്ക് തുടർന്ന് പോകാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മെക്കാനിസം. ഇനി നമുക്കൊരു ലൈവ് എക്സാമ്പിൾ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. സപ്പോസ് എനിക്ക് സ്റ്റോർ ചെയ്യാൻ ഉള്ള ഒരു വാല്യൂ എന്ന് പറയുന്നത് 49 ആണ്. 49നെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം 49നെ #ടേബിൾ സൈസ് കൊണ്ട് മോഡ് ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? അപ്പോൾ എനിക്ക് കിട്ടിയ വാല്യൂ ആണ് 9. 9th ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ നേരെ ടേബിളിൽ പോയി ടേബിളിൻ്റെ 9th ലൊക്കേഷനിലോട്ട് 49നെ അങ്ങ് സ്റ്റോർ ചെയ്തു. അടുത്ത ഡേറ്റ് 29 ആണ്. അപ്പോൾ 29നെ വീണ്ടും H കണ്ടുപിടിക്കുവാനായി കിട്ടിയ ഡേറ്റ മോഡ് #ടേബിൾ സൈസ് ചെയ്തു. #ടേബിൾ സൈസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 29 മോഡ് 10 9 ആണ്. പക്ഷെ 9 എന്താ? 9 ഓൾറെഡി ഓക്യുപ്പൈഡ്. അപ്പോൾ കൊലീഷൻ സംഭവിച്ചു. H എന്ന അഡ്രസ്സിൽ കൊലീഷൻ സംഭവിച്ചാൽ ഉടൻ തന്നെ H2 അല്ലെങ്കിൽ #2 കണ്ടുപിടിക്കണം. #2 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? #2 എന്ന് പറഞ്ഞാൽ R - X മോഡ് R ചെയ്യണം. അപ്പോൾ 6 തിരഞ്ഞെടുക്കണം. 6 എന്താ? എ പ്രൈം നമ്പർ വിച്ച് ഈസ് ലെസ് ദാൻ #ടേബിൾ സൈസ്. നമ്മുടെ #ടേബിളിൻ്റെ സൈസ് 10 ആണ്. അപ്പോൾ 10നേക്കാൾ ലെസ്സായ ഒരു പ്രൈം നമ്പറിനെ ആദ്യം തിരഞ്ഞെടുക്കാം. ഇതിനു വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത പ്രൈം നമ്പറാണ് 7. 6 7 ആണ്. X എന്ന് പറഞ്ഞാൽ ഇൻസേർട്ട് ചെയ്യേണ്ട ഡേറ്റ, അത് 29 ആണ്. അപ്പോൾ R അറിയാം, X അറിയാം. നമുക്ക് ഇക്വേഷനിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. R - X മോഡ് R എന്ന് പറഞ്ഞാൽ 7 - 29 മോഡ് 7. 29 മോഡ് 7 എന്ന് പറഞ്ഞാൽ 29നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ ഗെറ്റ് ചെയ്യുക. 29നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എന്ന് പറഞ്ഞാൽ 1 ആണ്. 29നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 1 ആണ്. അപ്പോൾ 7ൽ നിന്ന് ആ റിമൈൻഡറിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 7 - 1 പെർഫോം ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വാല്യൂ ആണ് 6. ഈ 6 എന്താണ് അർത്ഥമാക്കുന്നത്? ടേബിളിൻ്റെ 6th ലൊക്കേഷനിലോട്ട് സ്റ്റോർ ചെയ്യാനാണോ? അല്ല. പിന്നെയോ? 6 എന്ന് പറഞ്ഞ ഈ വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എന്താണോ അത് ഒരു പൊസിഷനെയാണ് സൂചിപ്പിക്കുന്നത്. എങ്ങനത്തെ പൊസിഷൻ? ഇനീഷ്യലി കൊളൈഡ് ചെയ്ത അഡ്രസ്സ്, അതായത് H എന്ന തുടക്കത്തിൽ കൊളൈഡ് ചെയ്ത അഡ്രസ്സിൽ നിന്ന് 6 പൊസിഷൻസ് അകലെ എന്നാണ് ഇതിൻ്റെ അർത്ഥം.
ഒന്നുകൂടെ പറയാം. നമുക്കിപ്പോൾ കിട്ടിയത് 6 എന്നാണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 6 പൊസിഷൻസ് അവേ ഫ്രം എച്ചിൽ നിന്ന് 6 പൊസിഷൻ അകലെ. ഒരു പക്ഷേ നമുക്കിവിടെ 5 ആയിരുന്നു കിട്ടിയതെങ്കിലോ, 6ന് പകരം 5 ആയിരുന്നെങ്കിലോ നമ്മൾ എന്തർത്ഥമാക്കിയേനെ? 5 ആണ് കിട്ടിയതെങ്കിൽ അതിൻ്റെ മീനിങ് തുടക്കത്തിൽ കൊളൈഡ് ചെയ്ത എച്ച് എന്ന അഡ്രസ്സിൽ നിന്ന് 5 പൊസിഷൻസ് അകലെ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമുക്ക് കിട്ടുന്ന ഈ വാല്യൂ സൂചിപ്പിക്കുന്നത് 6 പൊസിഷൻസ് അവേ ഫ്രം എച്ച് എന്നാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം 6 പൊസിഷൻസ് അവേ എന്ന് പറയുമ്പോൾ അത് ഏത് പൊസിഷനാണെന്ന്. അപ്പോൾ 29 എന്ന ഡേറ്റ തുടക്കത്തിൽ കൊളൈഡ് ചെയ്ത ലൊക്കേഷൻ 9 ആയിരുന്നു. 9 എന്ന വാല്യൂ ആണ് നമുക്ക് ആദ്യം എച്ചിന് കിട്ടിയത്. അവിടെ ഓൾറെഡി 49 ഉള്ളത് കൊണ്ടാണ് മറ്റൊരു ലൊക്കേഷൻ നമ്മൾ തിരഞ്ഞു പോയത്. അപ്പോൾ ഇനീഷ്യലി കൊളൈഡ് ചെയ്ത അഡ്രസ് എച്ചിൻ്റെ വാല്യൂ 9. 9th പൊസിഷനിൽ നിന്ന് 6 പൊസിഷൻസ് അകലെ എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പം 9ൽ നിന്ന് 6 പൊസിഷൻസ് അകലെ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. 9ന് ശേഷം വീണ്ടും പൊസിഷൻസ് തുടങ്ങുന്നത് അതെന്തുകൊണ്ടാണ്? ഇതാണല്ലോ നമ്മുടെ ടേബിൾ. 1ന് ശേഷമുള്ള പൊസിഷൻ ഇത്, 2ന് ശേഷമുള്ളത് ഇത്, അങ്ങനെ ഓരോ പൊസിഷനും ശേഷമുള്ളത് ഏതെന്ന് നമുക്കറിയാം. 8ന് ശേഷം 9 ആണ് വരുന്നത്, 9ന് ശേഷം വീണ്ടും 0 ആണ് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് 9ന് ശേഷം, അതായത് ഇനീഷ്യൽ അഡ്രസ്സായ എച്ചിന് ശേഷം 6ാമത്തെ പൊസിഷൻ, 9ന് ശേഷമുള്ള 6ാമത്തെ പൊസിഷൻ ഏതാണെന്ന് നോക്കാം. 1 2 3 4 5 6. ഓക്കെ, അപ്പോൾ ഏത് പൊസിഷനിലാണ് നമ്മൾ വന്ന് ലാൻഡപ്പ് ചെയ്തത്? നമ്മൾ വന്ന് ലാൻഡപ്പ് ചെയ്തത് 0 ഫസ്റ്റ് പൊസിഷൻ, 2nd, 3rd, 4th, 5th, 6th. 6th പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ പൊസിഷനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇനീഷ്യലി കൊളൈഡ് ചെയ്ത അഡ്രസ്സിൽ നിന്ന് 6 പൊസിഷൻസ് അകലെ എന്ന് പറഞ്ഞാൽ ഈ പൊസിഷനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഡേറ്റ ആയ 29നെ ലൊക്കേഷൻ നമ്പർ 5ൽ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത്. ഓരോ ഡേറ്റയും എടുക്കുക. ആ ഡേറ്റ എന്ന് പറയുന്നത് ഇനീഷ്യലി നമ്മൾ എച്ച് വാല്യൂ കമ്പ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പൊസിഷൻ ഏതാണോ അത് ഫ്രീ ആണെങ്കിൽ അവിടെ സ്റ്റോർ ചെയ്യുക. ഫ്രീ അല്ലെങ്കിൽ #2 ഓഫ് എക്സ് എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് പുതിയ പൊസിഷൻ കണ്ടെത്തുക. ഇനി ഇവിടെയും ഓൾറെഡി അലോക്കേറ്റഡ് പൊസിഷനാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ h പ്ലസ് #2 ഓഫ് എക്സ് എന്ന് ചെയ്ത് മറ്റൊരു ലൊക്കേഷൻ കണ്ടെത്തുക. ഓരോ ഐട്രേഷനിലൂടെയും നമ്മൾ കണ്ടെത്തുന്ന ലൊക്കേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇനീഷ്യലി കൊളൈഡ് ചെയ്ത എച്ച് എന്ന പൊസിഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ പുതിയ വാല്യൂ എത്രയാണോ അത്രയും പൊസിഷൻസ് അകലെ എന്നാണ്. വിച്ച് മീൻസ് #2 ഓഫ് എക്സിൻ്റെ വാല്യൂ ഒരു പക്ഷേ നിങ്ങൾക്ക് 8 എന്നാണ് കിട്ടുന്നതെങ്കിൽ ഇതിൻ്റെ അർത്ഥം എച്ച് എന്ന ഇനീഷ്യലി കൊളൈഡ് ചെയ്ത അഡ്രസ്സിൽ നിന്ന് 8 പൊസിഷൻസ് അകലെ എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡബിൾ ഹാഷിംഗ് എന്ന ടെക്നിക് കമ്പയർഡ് ടു ലീനിയർ പ്രോബിംഗ് ആൻഡ് ക്വാഡ്രാറ്റിക് പ്രോബിംഗ്. നമ്പർ ഓഫ് കൊളീഷൻസ് വളരെ കുറവുള്ള, കൊളീഷൻസ് ഇല്ല എന്ന് പറയുന്നില്ല, കമ്പാരിറ്റീവ്ലി മുൻപ് പഠിച്ച 2 മെത്തേഡിനെയും അപേക്ഷിച്ച് ഈ മെത്തേഡിൽ നമ്പർ ഓഫ് കൊളീഷൻസ് കുറവാണ്. ഓക്കെ, അപ്പോൾ ഇത് 3ഉമാണ് കൊളീഷൻ റെസൊല്യൂഷൻ ടെക്നിക്സ്. ക്ലോസ്ഡ് ഹാഷിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന 3 പ്രധാനപ്പെട്ട കൊളീഷൻ റെസൊല്യൂഷൻ ടെക്നിക്സ് ആണ് ഇവ 3. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ കോൺസെപ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.